ഞാൻ രേഖ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മഷ്റൂം കറിയാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ഫ്രഷായിട്ട് കിട്ടിയ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വീട്ടിലുണ്ടായ മഷ്റൂമാണ്. അവർ കൾട്ടിവേറ്റ് ചെയ്തതാണ്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി 2 സവാള അതൊന്ന് ചതച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനിയും ചെറിയ ഉള്ളി ഒരു 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 2 അല്ലെങ്കിൽ 1 പച്ചമുളക് എടുത്താലും മതി. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 അല്ലെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. എനിക്ക് അധികം പെരിഞ്ജീരകത്തിൻ്റെ സ്വാദിഷ്ടം ഇല്ലാത്തതുകൊണ്ട് 1/2 എടുത്തിട്ടുള്ളൂ. കുറച്ച് കറുകപ്പട്ട, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്, അതും ഒന്ന് ചതച്ചെടുക്കുക. ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചത് ഇട്ട് വഴട്ടുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴട്ടുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടുക. എന്നിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് വഴട്ടുക. തക്കാളി സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റണം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 അല്ലെങ്കിൽ 1/4 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് തിളപ്പിച്ചാർച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അതിൽ നിന്നും. ഇപ്പോൾ ഏകദേശം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം അധികം നേരം വെള്ളത്തിലിടണ്ട, വെള്ളം അതിലേക്ക് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഒന്ന് കഴുകിയെടുത്ത ശേഷം അത് ഇട്ടൊന്ന് വഴട്ട്. വളരെ വേഗത്തിൽ വേവുന്നതാണ് മഷ്റൂം, അതുകൊണ്ട് അധികം നേരം വേവിക്കേണ്ട. മഷ്റൂം ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോഴത്തേക്കും എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. താങ്ക് യു.